തൻ്റെ ഭർത്താവിനോട് അവർ എന്തിനിത് ചെയ്തു? ഇനി മൃഗങ്ങളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മനുഷ്യരെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത്? യോഗി ആദിത്യനാഥിൻ്റെ പോലീസിനുള്ള ചോദ്യം മുഴുമിപ്പിക്കാൻ കഴിയാതെ റിസ്വാന എന്ന ഇന്ത്യൻ യുവതി വിങ്ങിപ്പൊട്ടുകയാണ്. ഉത്തർപ്രദേശിലെ മുറാദാബാദിൽ ഗോരക്ഷാ ഗുണ്ടകൾ പശുവിനെ കശാപ്പ് ചെയ്തെന്നാരോപിച്ച് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ 42-കാരനായ ഷഹീദുദ്ദീൻ്റെ വിധവയാണ് റിസ്വാന. കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ റിസ്വാന എന്ന ഭാര്യ അനുഭവിച്ചത് അത്രയും വലിയ ദുഃഖമാണ്. ഒരായുസിനുള്ളത് മുഴുവൻ അവർ ഇക്കഴിഞ്ഞ 2-3 ദിവസങ്ങൾ കൊണ്ട് അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് അതിഭാവുകത്വമാവുകയില്ല. റിസ്വാന ജീവിക്കുന്നത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ പോസ്റ്റ് മോഡേൺ യുഗത്തിലാണെന്ന് കൂടി നമ്മൾ ഓർക്കണം, മനസ്സിലാക്കണം. പതിവ് പോലെ ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന്. പുലർച്ചെ വീട്ടിലെത്തിയ സുഹൃത്തുക്കൾ വിളിച്ചപ്പോഴാണ് ഷഹീദുദ്ദീൻ വീട്ടിൽ നിന്ന് പുറത്തു പോയത്. ഉടനെ തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഭർത്താവിനോട് ഉറക്കച്ചടവിൽ സമ്മതം മൂളിയാണ് റിസ്വാന യാത്രയാക്കിയത്. പക്ഷേ അവർക്ക് അറിയില്ലായിരുന്നു അത് തൻ്റെ പ്രിയതമനോടുള്ള അവസാനത്തെ യാത്ര പറച്ചിലാകുകയാണെന്ന്. 6 മണിയായിട്ടും വരാതിരുന്നതോടെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. തൊട്ടടുത്ത വീട്ടിലെ സഹോദരനെ വിളിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് അധികം വൈകും മുമ്പ് പോലീസിൽ നിന്ന് ഇങ്ങോട്ട് വിളിയെത്തി. ഷഹീദുദ്ദീൻ പരിക്കുകളോടെ ആശുപത്രിയിൽ അഡ്മിറ്റാണെന്ന് അറിയിച്ചായിരുന്നു പോലീസിൻ്റെ ഫോൺ കോൾ. കേട്ടപാടെ ഓടിപ്പോയി ആശുപത്രിയിൽ നോക്കിയപ്പോൾ കണ്ടത് ബോഡി ബിൽഡറായ ഷഹീദുദ്ദീൻ മർദ്ദനമേറ്റ് അവശനായി കിടക്കുന്നതാണ്. ശരീരമാകെ അടിയും ചവിട്ടും കൊണ്ട പാടുകൾ. ചോരയിൽ കുളിച്ച് മേലാകെ കരുവാളിച്ചിരിക്കുന്നു. മൂക്കും ചുണ്ടുമെല്ലാം പൊട്ടിയിട്ടുണ്ട്. കഷ്ടിച്ച് ശ്വാസം വലിക്കുന്നു. ആ കാഴ്ച റിസ്വാനക്ക് ഏറെ നേരം കണ്ടു നിൽക്കാനായില്ല. കരഞ്ഞ കണ്ണുകളുമായി ആകെ ഭയന്നു പോയ അവസ്ഥയിലായിരുന്നു അവർ. എന്തോ നടക്കാൻ പോകുന്നു എന്ന ഭയം അവരെ ആകെ മൂടി. 3 പെൺകുട്ടികളുടെ ഉമ്മയായ അവർ എന്താണോ ഭയന്നത് അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. വൈകുന്നേരമായപ്പോഴേക്കും കൺഫർമേഷനും കിട്ടി. ഷഹീദുദ്ദീൻ മരിച്ചിരിക്കുന്നു. മുറാദാബാദിലെ മഴവലയിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം. മാർക്കറ്റിനു സമീപം അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്ന കന്നുകാലികൾക്കൊപ്പം 4 പേരെ കണ്ടെത്തിയ ഗോരക്ഷാ ഗുണ്ടകൾ ഇവരെ വളയുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന 3 പേർ ഓടി രക്ഷപ്പെട്ടതോടെ ഒറ്റപ്പെട്ട ഷഹീദുദ്ദീനെ അക്രമിക്കൂട്ടം വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. ആൾക്കൂട്ട ആക്രമണത്തിൻ്റെയും ഷഹീദുദ്ദീൻ കൈകൂപ്പിക്കിടന്ന് ജീവന് വേണ്ടി യാചിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഷഹീദുദ്ദീനെ പോലീസ് ആശുപത്രിയിലെത്തിച്ചെങ്കിലും പിന്നീട് മരിക്കുകയായിരുന്നു. സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടെങ്കിലും യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ ഇത്തരം സംഭവങ്ങൾ പതിവ് കാഴ്ചയാണ്. സംഭവം നടന്ന് 5 ദിവസമായിട്ടും ഇതുവരെ കൊലയാളികളെ പോലീസ് പിടികൂടിയിട്ടില്ല. എന്നാൽ ഷഹീദുദ്ദീൻ്റെ കൂടെയുണ്ടായിരുന്ന അദ്നാൻ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു, കുറ്റവും ചുമത്തി. ഗോഹത്യ കേസ്. ഷഹീദുദ്ദീൻ്റെ കൊലപാതകത്തിൽ സഹോദരൻ ഷഹജാദാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ കേസിൽ അജ്ഞാതർക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. എന്നാൽ സംഭവത്തിൽ ആരും പരാതി നൽകിയിട്ടില്ലെങ്കിലും ഗോഹത്യ നടന്നുവെന്ന് ആരോപിച്ച് യോഗിയുടെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയും അദ്നാനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഷഹീദുദ്ദീൻ പശുവിനെ കശാപ്പ് ചെയ്യുകയായിരുന്നുവെന്ന പോലീസിൻ്റെ ആരോപണങ്ങൾ കുടുംബം നിഷേധിച്ചിട്ടുണ്ട്. ഷഹീദുദ്ദീൻ ഒരിക്കലും പശുക്കളെ മോഷ്ടിക്കില്ലെന്നും അതിൻ്റെ ആവശ്യമില്ലെന്നും സഹോദരൻ ഷഹജാദ് ഖുറേഷി പറയുന്നു. അദ്ദേഹം ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് മാംസ വ്യാപാരമായോ പശുക്കടത്തുമായോ ഒരു ബന്ധവുമില്ലെന്നും ഷഹജാദ് ഖുറേഷി കൂട്ടിച്ചേർത്തു. ഷഹീദുദ്ദീനെതിരെ ഇതുവരെ യാതൊരു കേസോ പരാതിയോ ഇല്ലെന്നും കുടുംബവും അറിയിക്കുന്നു. ഷഹീദുദ്ദീന് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന് സിറ്റി SP കുമാർ രൺവിജയ് സിംഗ് പറയുന്നു. എന്നാൽ പ്രതികളെ എന്ന് പിടികൂടുമെന്ന് ആർക്കും അറിയില്ല. ഷഹീദുദ്ദീൻ്റെ വിധവയുടെ ചോദ്യം തന്നെയാണ് ഏതൊരു ജനാധിപത്യ വിശ്വാസിക്കും ചോദിക്കാനുള്ളത്. ഇങ്ങനെ മനുഷ്യരെ തല്ലിക്കൊല്ലാൻ ആരാണ് ഈ ഗോരക്ഷാ ഗുണ്ടകൾക്ക്, തീവ്ര ഹിന്ദുത്വവാദികൾക്ക് അധികാരം നൽകിയത്? എന്നാണ് ഇതിനൊരു അറുതി ഉണ്ടാവുക? ഉത്തരം ഉണ്ടാകില്ലെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നത് ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. waytonikah.com, the exclusive Muslim matrimonial site.